ഹലോ എവരിബഡി. ഞങ്ങളിതാ വീണ്ടും വന്നിരിക്കുകയാണ്. ജില്ലൻ ആൻഡ് വീണ നിങ്ങൾക്കായി പുതിയ റെസിപ്പിയുമായിട്ട്. ഞങ്ങളുടെ സ്വന്തം നാടൻ ചിക്കൻ കറി, ഞങ്ങളുടെ സ്വന്തം റെസിപ്പി. ഇതിപ്പോൾ നമ്മൾ ചിക്കൻ എടുത്തിട്ട്, നമ്മുടെ ഫ്രഷ് ചിക്കൻ എടുത്തിട്ട് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അത് 16 hours മുമ്പ് നമ്മളത് മാരിനേറ്റ് ചെയ്തു. മാരിനേഷൻ യൂസ് ചെയ്തിരിക്കുന്ന മസാലാസ് എന്തൊക്കെ വീണ? ഇതിൽ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുറച്ച് ചിക്കൻ മസാല, ഇത്രയും മിക്സ് ചെയ്തിട്ടാണ് നമ്മളിത് 16 മണിക്കൂർ മുമ്പേ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഇത് മാത്രമല്ല, ഇത് 25 പേർക്കുള്ള ഒരു പോർഷൻ നമ്മളോട് പറഞ്ഞിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന റെസിപ്പിക്കുള്ള അളവാണ്. 25 പേർക്കുള്ള ചിക്കൻ കറി, നാടൻ ചിക്കൻ കറി. നമുക്ക് നോക്കാം. നമുക്കിതൊന്ന് ബോയിൽ ചെയ്യാം. ആദ്യം നമ്മൾക്കിത് ബോയിൽ ചെയ്യാനായിട്ട് നമ്മുടെ വെച്ചിരിക്കുന്ന വെസലിലേക്ക് ഇടാം. 4 കപ്പോളം വെള്ളമുണ്ട്, അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇവിടെ 7 കിലോ ചിക്കന് നമ്മൾ ഇടത്തരം ഒരു 25 സവാളയാണ് എടുത്തിരിക്കുന്നത്. ഇതിന് നമുക്ക് സ്ലൈസ് ചെയ്തെടുക്കണം. ഇനി നമുക്ക് ഈ കോഴിക്കറിയുടെ പ്രിപ്പറേഷനിലേക്ക് ഒരുങ്ങാം. അതിനായിട്ട് കുറച്ച് നാടൻ വെളിച്ചെണ്ണയാണ്. ഇതെൻ്റെ കസിൻ്റെ മില്ലിൽ തന്നെ ചക്കിലാട്ടിയ നാടൻ വെളിച്ചെണ്ണയാണ്. ഇത് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി വരട്ടെ. അപ്പോൾ ആ സമയമാകുമ്പോഴത്തേക്കും നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന സ്പൈസസ് എന്താണെന്ന് പറയാം. ഒരു 4 ബേ ലീഫ് ഉണ്ട്, 4 പട്ടയുണ്ട്, പിന്നെ ഒരു 3 പിഞ്ചോളം പെരിഞ്ജീരകം, ഒരു 10 ഗ്രാമ്പു, പിന്നെ എടുത്തിരിക്കുന്നത് ഏലക്ക, ഒരു 4 ഏലക്കായുടെ തരി. ഇത്ര നമുക്ക് എണ്ണ ചൂടായി കഴിയുമ്പോൾ ഒന്ന് വറുത്തെടുക്കണം. സ്പൈസസ് റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇനി സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ സവാള ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ചിക്കൻ ഒന്ന് അൻപോന്നൊന്ന് നോക്കുക. ഒരു കുറച്ച് സമയം കൂടെ കഴിഞ്ഞാൽ നമ്മുടെ ചിക്കൻ റെഡിയാവും. പിന്നെ കുറച്ച് ഉപ്പിട്ടാൽ കുറച്ചുകൂടെ നേരത്തെ ആവില്ലേ? കുറച്ച് ഉപ്പൊന്ന് പറഞ്ഞത് നന്നായി. ഞാനത് മറന്നുപോയി. ചിക്കനിൽ നമുക്ക് ഉപ്പുണ്ട്, അപ്പോൾ അതുകൊണ്ട് സൂക്ഷിച്ച് ഇടണം. ഇനി എന്തായാലും പോകും. ഇനി നമുക്കിത് കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും നമുക്ക് തക്കാളി ഇതിലേക്ക് ആഡ് ചെയ്യണം. നല്ല പഴുത്ത 7 തക്കാളി. പഴുത്ത 7 തക്കാളി ആഡ് ചെയ്യണം. തക്കാളി ഇട്ടതിന് ശേഷം പിന്നെ എന്താ ആഡ് ചെയ്യുന്നത്? പൊടികളൊക്കെ വരുന്നുണ്ട്. കുറച്ച് പൊടികൾ വരുന്നുണ്ട്. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുറച്ച് കാശ്മീരി മുളക് പൊടി, ചിക്കൻ മസാല, കുറച്ച് ഗരം മസാല, ഇത്ര മതി. കാരണം ചിക്കനിൽ നമ്മൾ മാരിനേറ്റ് ചെയ്തപ്പോൾ സവാള നമുക്ക് വഴന്ന് കിട്ടിയിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഈ തക്കാളി ഒന്ന് ആഡ് ചെയ്യാം. തക്കാളി ചേർത്തതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. വഴന്ന് കിട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് പൊടികളാണ് ഇനി ആഡ് ചെയ്യേണ്ടത്. അതിനായിട്ട് നമുക്ക് മുളക് പൊടി ഒരു 1.5 ടേബിൾ സ്പൂൺ ചേർക്കാം. ഇത് നല്ല മുളക് പൊടിയാണ്. ഒരു കുറച്ച് കാശ്മീരി മുളക് പൊടി ചേർക്കാം. അതിൻ്റെ ഒരു കളറും ഒക്കെ നന്നായിട്ട് ഇരിക്കാൻ വേണ്ടിയാണ്. പിന്നെ കുറച്ച് മല്ലിപ്പൊടി, അതിൻ്റെ കൂടെ കുറച്ച് ചിക്കൻ മസാല. ഈ പൊടികളെല്ലാം നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ചൂടാറി കഴിയുമ്പോൾ അപ്പോൾ നല്ല വെണ്ണ പോലെ ഒന്ന് അരച്ചെടുക്കണം. ഒനിയൻ നമ്മൾ സോട്ട് ചെയ്തത് നമ്മളിവിടെ ഗ്രേവിയാക്കി നമ്മൾ പേസ്റ്റ് ചെയ്തതുണ്ട്. അത് നമ്മൾ ഉള്ളിലേക്ക് ഇട്ടിരിക്കുന്നതാണിത്. ഇതിലേക്ക് നമുക്ക് ഒരു ചെറിയ തേങ്ങയുടെ 2ാം പാലും 1ാം പാലും നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട്. അതുകൂടി ആഡ് ചെയ്ത് നമ്മൾ തിളപ്പിച്ചതിന് ശേഷം നമുക്ക് ചിക്കൻ റെഡിയായത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് തേങ്ങയുടെ 2ാം പാലൊന്ന് ചേർത്ത് കൊടുക്കാം. ഒനിയൻ ഗ്രേവി റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ബോയിൽ ചെയ്തിരിക്കുന്ന ചിക്കൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മുടെ ചിക്കൻ റെഡിയാണ്. അത് പാകത്തിന് വെന്തിരിക്കുന്നതാണ്. നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചിക്കൻ്റെ കഷ്ണങ്ങളൊക്കെ പാകത്തിന് വെന്തിരിക്കുന്നതാണ്. ഇത് ഗ്രേവി ആയിട്ടൊന്ന് യോജിച്ച് വരാനായിട്ട് നമ്മളൊന്ന് സമയം കൊടുക്കണം. കഴിച്ചു ഇപ്പോൾ 1ാം പാൽ ചേർക്കണം. ചേർക്കാം. നന്നായിട്ട് വേണ്ടല്ലോ അല്ലേ? നല്ല ടേസ്റ്റ് ഫ്ലേവർ വരുന്നുണ്ട്. നമ്മളുടെ കോൺഫ്ലോർ ചൂടായിട്ട് കാണിച്ചിട്ടുണ്ട്. സാധാരണ ഞങ്ങളുടെ അടുത്ത് ഹോട്ടൽസിൽ വർക്ക് ചെയ്യുന്ന ഷെഫ്മാർ പറയും 1ാം പാൽ നല്ല തിക്കായിരിക്കണം എന്ന് പറയും. അപ്പോൾ ഇവിടെയുള്ള അസിസ്റ്റന്റ് പിള്ളേർ തേങ്ങാപ്പാലിൻ്റെ കുറച്ച് കോൺഫ്ലോർ ചേർത്ത് തിക്കാക്കി വെക്കും. പെട്ടെന്ന് ആശാമാർക്ക് മനസ്സിലാവില്ല. കാരണം അവരുടെ ടേസ്റ്റ് ചെയ്ത് നോക്കാനാണ്. 1ാം പാൽ എന്ന് പറഞ്ഞ് കൊടുക്കുമ്പോൾ അവർ നേരെ ഇതിലേക്ക് ചേർക്കണം. അങ്ങനെ ചൂടായി നോക്കിയിട്ടുണ്ടോ? ഒന്നുമില്ല. എനിവേ
കാഴ്ചയിലൊക്കെ നല്ല ഭംഗിയുണ്ട്, രസമുള്ള കളർ. താളിക്കണ്ടേ? ഇനി നമുക്കൊന്ന് കടുക് താളിച്ച് ഇതിൻ്റെ മുകളിലേക്കൊന്ന് ഒഴിക്കണം. കടുക് താളിച്ച് ഒഴിക്കാം. ഇതിൽ കടുക് നന്നായിട്ട് കറിവേപ്പില ഇട്ടിട്ടുണ്ട്. അതിൻ്റെ കൂടെ ചുവന്ന മുളക്, ഉണക്കമുളകും കൂടെ ഇട്ടതാണ്. കുറച്ച് കാശ്മീരി മുളക് പൊടിയും കൂടെ നമ്മൾ ചേർക്കുമ്പോൾ കറിക്ക് ഒരു ഭംഗി വരും. അതിൻ്റെ കൂടെ കുറച്ച് ടേസ്റ്റും കൂടെ അതിന് മാറ്റം വരും. അപ്പോൾ നമ്മുടെ ചിക്കൻ കറി റെഡിയാക്കി കഴിഞ്ഞു. ചിക്കൻ കറി ടേസ്റ്റ് ചെയ്തിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട്. ഈ ചിക്കൻ കറി നമ്മൾ റെഡിയാക്കുന്നത് നമ്മുടെ സൂംബ ക്ലാസ്സിലെ ബോബ്സ് സൂംബ ക്ലാസ്സിലെ അവരുടെ ആനുവൽ സെലിബ്രേഷന് വേണ്ടിയിട്ടുള്ള ഒരു പ്രിപ്പറേഷനാണ്. ഞങ്ങൾ രണ്ടുപേരും പോകുന്നുണ്ട്. എന്തായാലും ഇനി ബാക്കി അവിടെ ചെന്ന് അവരെ ടേസ്റ്റ് ചെയ്തിട്ട് അവർ പറയും. വളരെ നന്നായിട്ടുണ്ട്.